എടി ട്രീസ ചേച്ചി വന്നേക്കണം. ഫോണിന് എന്തോ കംപ്ലൈന്റ് എന്ന് ഒന്ന് ശരിയാക്കി കൊടുത്തേ. വാ. എനിക്ക് ഈ ഫോൺ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. പിള്ളേർ വിളിക്കുമ്പോൾ എടുക്കും, പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ പിള്ളേരെ വിളിക്കും. അത്രയും മാത്രമേ എനിക്കറിയുള്ളൂ. അത് ഇവിടെ അമ്മയും കണക്കാണ്. എനിക്കൊന്നും അറിയാനൊന്നും പാടില്ല. പിന്നെ ഇവളുള്ള കാരണം പിന്നെ ഒന്നും അറിയണില്ല. എന്തായിരുന്നു ഇതിൻ്റെ കംപ്ലൈൻറ്റ്? അന്നേനെ വിളിച്ചിട്ട് കിട്ടണില്ല. അവൾ ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വിളിക്കാതായപ്പോഴേക്കും ഞാനൊന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കി. കുറേ ദിവസമായി, ഒരാഴ്ചയിലധികമായി ഇപ്പോൾ വിളിച്ചിട്ട്. എന്താണെന്നറിയില്ല. അവളാണെങ്കിൽ എൻ്റെ വിശേഷമൊന്നും അറിയാണ്ട് വിഷമിക്കണുണ്ടാവും. ഞാനിവിടെ ഒറ്റക്കാണല്ല. എനിക്കുവാണെങ്കിലും പിള്ളേരുടെ വിശേഷമൊന്നും അറിയാനിട്ടേ മനസ്സിനൊരു സമാധാനമില്ല. ഒന്ന് നോക്ക്. നോക്കട്ടെ. അന്നിപ്പോൾ വന്നിട്ട് കുറച്ച് നാളായല്ലേ? 3-4 വർഷമായിട്ടുണ്ടാവും അല്ലേ? അവൾക്ക് അവിടെ ഭയങ്കര തിരക്കല്ലേ, സമയം കിട്ടാനിട്ടാണ്. അല്ലെങ്കിൽ ഓടി വന്നാനേ. അമ്മച്ചി എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനല്ലേ, സമയം ഉണ്ടാവില്ല. എപ്പോഴും പണിയല്ലേ. ജോണിൻ്റെ കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളും നോക്കി അവൾക്ക് മതിയായെന്ന് എപ്പോഴും വിളിക്കുമ്പോൾ പറയും. തിരക്കായിരിക്കും. ശരിയായോ മോളെ? അല്ല, ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കിയതാണ്. വേറെ കോളൊക്കെ വരണുണ്ട്. അന്നേനെ മാത്രം വിളിക്കാൻ പറ്റണില്ല. അന്നയുടെ കോൾ ഇങ്ങോട്ടും വരണില്ല. ഫോണിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. അത് ബ്ലോക്ക് ചെയ്തേക്കണെന്ന് തോന്നണം. എടി, അതെന്താണെന്ന് നോക്ക്. ആ ബ്ലോക്ക് ആകാൻ കാരണം എന്താണെന്ന് നോക്കിയിട്ട് അതങ്ങോട്ട് മാറ്റി കൊടുക്ക്. അതിനല്ലേ വന്നത് ചേച്ചി. അമ്മച്ചി അത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണേണ്, വിളിക്കാതിരിക്കാനായിട്ട്. അവള് ചിലപ്പോ തിരക്കിലായിരിക്കും. അവൾക്ക് ചിലപ്പോൾ നേരം കിട്ടണുണ്ടാവൂല. ജോണിൻ്റെ കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളും എല്ലാം കൂടി അവൾക്ക് പറ്റണുണ്ടാവൂല. നേരം കിട്ടുമ്പോൾ അവളെന്നെ വിളിക്കും. അവളെന്നെ വിളിക്കും. നേരം കിട്ടുമ്പോൾ എന്നെ വിളിക്കും. തിരക്കിലാവോ? അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്. അമ്മച്ചി എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. വിളിക്കും. ചെല്ലട്ടെ. ശരി മോളെ, വിളിക്കും.